സംസ്കാരം നടക്കും. ഇന്നലെ കളമശ്ശേരിയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഗ്യാസ് ടാങ്കർ ഉയർത്തി. പുലർച്ചെയോടെ ക്രെയിൻ എത്തിച്ചാണ് ടാങ്കർ ഉയർത്തിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള വാതകം നിറച്ച ടാങ്കറാണ് മറിഞ്ഞത്. ഇരുമ്പനത്തെ BPCL പ്ലാന്റിൽ നിന്നും ഗുജറാത്തിലേക്ക് പോവുകയായിരുന്നു. കളമശ്ശേരി TVS ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഡ്രൈവർ ക്യാബിൻ എത്തിച്ച ശേഷം ടാങ്കർ ഇരുമ്പനത്തേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞിരിക്കുകയല്ലേ? തീർച്ചയായും വെച്ചത് അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ അർദ്ധരാത്രിയാണ് ഇത് ബുള്ളറ്റ് ടാങ്കർ ഇവിടെ മറിയുന്നത്. വലിയ രീതിയിൽ ആശങ്ക ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് അതിൽ 20 ടണ്ണോളം ഗ്യാസ് അതിൽ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അതേസമയം അത് പരിശോധിക്കുമ്പോൾ അതിന് ലീക്കേജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക് പോകില്ല. പിന്നീട് ഈ ടാങ്കർ ഉയർത്തി അവിടെ നിന്ന് നീക്കം ചെയ്യാമെന്നൊരു കണക്കുകൂട്ടൽ തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അത് ഉയർത്തുന്നതിന് വലിയ ക്രെയിൻ അടക്കം BPCL നിന്ന് എത്തിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നീട് BPCL അധികൃതർ ഇവിടെ എത്തുകയും ആദ്യം അതിൻ്റെ ഒരു ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. പിന്നീട് പുലർച്ചയോടുകൂടിയാണ് ടാങ്കർ ഉയർത്താനുള്ള ഒരു ശ്രമങ്ങളിലേക്ക് വന്നത്. അത് ഉയർത്തുമ്പോൾ അതിൻ്റെ റെഗുലേറ്റർ ഭാഗത്ത് ചെറിയ രീതിയിലൊരു വാതക ചോർച്ച കണ്ടെത്തുകയായിരുന്നു. പക്ഷേ അത് തുടർന്ന് അവിടുന്ന് ആളുകളെല്ലാം തന്നെ അവിടുന്ന് ഒഴിപ്പിക്കുന്നു, ചുറ്റുപാടുള്ളവരെല്ലാം തന്നെ ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ അത് പരിശോധിക്കുമ്പോൾ അതൊരു നിയന്ത്രണ വിധേയമായ രീതിയിലുള്ളൊരു ചോർച്ച മാത്രമാണ് എന്ന് കണ്ടെത്തുകയും അത് വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കാനായിട്ട് BPCL അധികൃതർക്ക് കഴിഞ്ഞു എന്നതും ആശ്വാസകരമായിരുന്നു. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇരുമ്പനത്തെ BPCL പ്ലാന്റിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോവുകയായിരുന്നു. വ്യാവസായിക ഇന്ധനവുമായിട്ട് പോവുകയായിരുന്നു ടാങ്കർ. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവർ ക്യാബിൻ അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ക്യാബിൻ മാറ്റിയ ശേഷം ഇരുമ്പനത്ത് നിന്ന് പുതിയ ക്യാബിൻ ഡ്രൈവർ ക്യാബിൻ ഇവിടേക്ക് എത്തിച്ച് അതിനുശേഷം ഇവിടെ നിന്ന് ഈ ടാങ്കർ ഇരുമ്പനത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. കൂടുതൽ പരിശോധനകൾ നടത്തിയതിനു ശേഷമായിരിക്കും തിരിച്ച് ഗുജറാത്തിലേക്ക് അടക്കം എത്തിക്കുന്നത്. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഒഴിവായത്. കാരണം ഈ 20 ടണ്ണോളം ടാങ്കറുമായി നഗരമധ്യത്തിൽ ഈ TVS ജംഗ്ഷനെല്ലാം തന്നെ സാമാന്യം തിരക്കുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ഇത് ടാങ്കർ മറിയുകയും ചെയ്യുന്നത്. ഏറെ നേരം ഈ മേഖലയിൽ അർദ്ധരാത്രി ആണെങ്കിൽ കൂടിയും ദേശീയപാതയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്ന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടമാണ്. അതുകൊണ്ട് ഏറെ നേരം ഈ മേഖലയിൽ ഗതാഗത സംവിധാനം അടക്കം ബ്ലോക്ക് ചെയ്യേണ്ടിയെല്ലാം തന്നെ വന്നിരുന്നു. എങ്കിൽ പുലർച്ചയോടുകൂടി വീണ്ടും പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ചോർച്ചയില്ലാത്തതിനാൽ വലിയ രീതിയിലുള്ളൊരു ഭീഷണിയാണ് ഒഴിവായത്. അശ്വതി. ശരി ഡാനി, മറ്റൊന്ന് മുനമ്പത്തേക്ക് എത്തുമ്പോൾ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഉന്നതതല യോഗം നാളെ നടക്കാനിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. ഈ ഭൂമിയുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാം എന്നതാണ് പ്രധാന ചർച്ച. നിയമ, റവന്യൂ, വഖഫ് മന്ത്രിമാരും വഖഫ് ബോർഡ് ചെയർമാനും ഒക്കെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഡാനി, ഇലക്ഷന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകാമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുനമ്പം നിവാസികൾക്ക് കിട്ടിയ ഉറപ്പ്. എത്രത്തോളം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് മുനമ്പം നിവാസികൾ? അശ്വതി, ഈ ചർച്ച, നാളത്തെ ചർച്ച ഈ വരുന്ന